നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. 3.5 പതിറ്റാണ്ടിലേറെയായി മലയാളിയുടെ സംഗീത ലോകത്തെ കരിപ്പിടിപ്പിക്കുന്ന ശുഭ്രവസ്ത്രധാരിയായ മാർക്കോസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചെങ്കിലും ലഭിക്കേണ്ട അംഗീകാരം കിട്ടാത്തതിലുള്ള ഒരു വിങ്ങൽ. മാർക്കോസുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ശ്രദ്ധേയമായിട്ടുള്ളൊരു പാട്ടെന്ന് പറയുന്നത് മൈനാകത്തിലെ പാട്ടായിരിക്കും അല്ലേ? മൈനാകത്തിലെ രവീന്ദ്രൻ മാഷിന്റെ രണ്ടാമത്തെ എൻ്റെ പടമാണിത്. മാർക്കോസിനെ എനിക്ക് തോന്നുന്നു മലയാളി സർവാത്മന സ്വാഗതം ചെയ്യുന്നത് ഈ പറഞ്ഞ പാട്ടുകളിലൊന്നായിരുന്നില്ല. ഞാൻ ആ പാട്ട് കാണിച്ചു തരാം. താങ്കൾക്ക് പൂർണ്ണ ഡിസ്റ്റിങ്ഷൻ മലയാളി നൽകുന്നത് ഈ പാട്ടിലായിരുന്നു. ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ചെറിയ രൂപകഥ കൂടിയുണ്ട്. ഇത് പാടി ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ടല്ല, ശരിക്കും എൻ്റെ ഓർക്കസ്ട്രയുമായിട്ട് ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത്. അതിന് മുമ്പ് 2 പ്രാവശ്യം പോയി. പക്ഷേ 86 ഫെബ്രുവരി 17 എൻ്റെ ഒരു 10 പീസ് ഓർക്കസ്ട്രയായിട്ട് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നു. 17 ഞാൻ അബുദാബി മലയാളി സമാജത്തിന് വേണ്ടി പാടുന്നു. 18 ഞാൻ അബുദാബിയിൽ നിന്ന് അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ വലിയൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായി. 3 പേര് ഓൺ ദ സ്പോട്ട് മരിച്ചു. ഞങ്ങൾ 5 പേര് യാത്ര ചെയ്തതിൽ 3 പേരും മരിച്ചു അല്ലേ? സ്പോൺസേഴ്സ് 2 പേരും എൻ്റെ കൂടെ പാടാമെന്ന കുട്ടിയുടെ അമ്മയും ഓൺ ദ സ്പോട്ട് മരിച്ചു. പിന്നെ ഞാനും ആ കുട്ടിയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ 3 മാസം അവിടെ കിടന്നു, 6 മാസത്തോളം നാട്ടിൽ കിടന്നു. അങ്ങനെ മൊത്തം എനിക്കൊരു വർഷം അങ്ങ് പോയി. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിന്ന് അകന്നു പോകുന്നത്. ഞാൻ മാർക്കോസിൻ്റെ ഒരു ജീവിത രേഖയിലൂടെ കടന്നു പോയപ്പോൾ താങ്കൾക്ക് ഒരുപാട് ഇതുപോലുള്ള കഷ്ടകാലങ്ങൾ വന്നിട്ടുണ്ട്. ഉണ്ട്. ദ റെക്കോർഡിലെ ഈ പാട്ടിന് ശേഷം താങ്കൾ യഥാർത്ഥത്തിൽ പൂമാരത്തിൻ്റെ മുകളിലേക്ക് പോകേണ്ട ആളായിരുന്നു. അത്രത്തോളം പൂത്തുലയേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു അപകടം താങ്കളെ പെട്ടെന്ന് കൊളുത്തി വലിച്ചു. അതൊരു 5 വർഷം എനിക്ക് സിനിമയിൽ നിന്നുള്ള എൻട്രി നിഷേധിച്ചു. പക്ഷെ ആ സമയത്ത് ഞാൻ അന്ന് കാസറ്റാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഭക്തിഗാനങ്ങൾ കൂടുതൽ വന്നു തുടങ്ങി. അധികം ഇല്ലായിരുന്നു അതുവരെ. പക്ഷെ അതിനുശേഷം പിന്നെ അതൊരു ഇൻഡസ്ട്രി പോലെയായി. അപ്പം അങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ ഒരു വർഷം 4 or 5 പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. 82, 85 കാലഘട്ടത്തിലൊക്കെ. പിന്നെ അത് ഈ പറഞ്ഞ പോലെ 10, 15 വർക്കായി, പിന്നെ 25ആയി, പിന്നെ ഒരാഴ്ചയിൽ 5 വർക്കായി. അങ്ങനെയാണ് ഞാൻ ഇത്രയും പാട്ട് പാടിയത്. ഇത്രയും പാട്ട്. അപ്പോൾ ഈ ആക്സിഡന്റ് കൊണ്ട് കുറച്ചുകൂടി ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തി. അന്ന് 10 പാട്ടില് 10 പാട്ടിൻ്റെ ഒരു കാസറ്റിൽ ഇന്നിപ്പോൾ 10 പാട്ട്, 10 എഴുത്തുകാർ, 10 മ്യൂസിക് ഡയറക്ടർമാർ, അങ്ങനെ ഉള്ളൊരു സ്ഥിതിയായല്ലോ. അന്ന് 10 പാട്ടിൻ്റെ ഒരു കാസറ്റിൽ 8 പാട്ടും മെയിൽ വോയിസ് ആയിരിക്കും. പ്രധാന ഹിന്ദു ഭക്തിഗീതം ആ കാലഘട്ടത്തിൽ താങ്കൾ പാടിയതാണ് അയ്യപ്പ പാട്ട്. കുറേ നല്ല ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആ അപകടത്തിൽ മാർക്കോസ് യഥാർത്ഥത്തിൽ 3 പേരും മരിച്ചു. താങ്കൾ എനിക്ക് വന്നൊരു തലനാരിഴ വ്യത്യാസത്തിലാണ്. 50-50 ആയിരുന്നു. അതായത് ആദ്യത്തെ ദിവസങ്ങളിലെ ന്യൂസൊക്കെ മരിച്ചു, പിന്നെയും രക്ഷപ്പെട്ടു, ഇങ്ങനെ ഉള്ള ന്യൂസ്. അന്ന് ഈ ഇന്നത്തെ രീതിയിൽ ടെലിവിഷൻ ചാനലുകൾ ഉണ്ടായിരുന്നെങ്കിൽ താങ്കളെ അങ്ങോട്ട് അയച്ചേനെ ബ്രേക്കിംഗ് ന്യൂസിൽ. സത്യമായിരുന്നു. കാരണം അന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു പഴയ മലയാളം പത്രത്തിൽ മനോരമയിൽ വന്ന ഹെഡ്ലൈനിൽ കറുത്ത അക്ഷരത്തിൽ ഗൾഫിൽ കാർ അപകടം 3 മരണം എന്ന് വെച്ചാൽ അന്നൊക്കെ ഇത്രയും വലിയൊരു സംഭവം ഒന്നും ഉണ്ടാകുന്നത് വലിയ സംഭവമായിരുന്നു. ആ പത്രമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നു. ഈ അടുത്ത സമയം വരെ ഉണ്ടായിരുന്നു. ചിലരെടുത്ത് പോയി. ഇത്രയോ പാട്ടുകൾ താങ്കളെ കാത്തിരുന്നിട്ടുണ്ടാവും. എനിക്ക് ഒരുപക്ഷെ സിനിമയിലേക്ക് ഒരു നല്ല വഴി തുറന്നു കിട്ടിയേനെ. പക്ഷെ സിനിമ വേണ്ടെന്നായിരിക്കും ഒരുപക്ഷെ ഈശ്വരൻ തീരുമാനിച്ചത്. മാപ്പിളപ്പാട്ടുകൾ താങ്കൾ ആ പറഞ്ഞ പോലെ പല ശാഖകളിലും താങ്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ താങ്കളുടെ പേരിൽ നടക്കുന്നത്. തീർച്ചയായും വളരെ അതെങ്ങനെ ആ രംഗത്തേക്ക് വന്നു താങ്കൾ? അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു കാരണം ദാസേട്ടൻ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഏതും പാട്ടിൻ്റെ കാര്യത്തിലായാലും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് യേശുദാസ് എന്ന ആ ഒരു വ്യക്തിയാണ് അന്ന് പ്രത്യേകിച്ചും. കാരണം വേറൊരാളെ എടുത്ത് കാണിക്കാനില്ല. അപ്പോൾ ദാസേട്ടൻ അന്ന് ഗാനമേളയ്ക്കൊക്കെ ഔവാഫി ചാനത്ത് കയ്യർ ഔവാഫി എന്ന് പറഞ്ഞൊരു പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ഇത് കൊള്ളാമല്ലോ, നല്ല ഒരു ഇതാണല്ലോ. അപ്പോൾ അത് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിച്ചു. അപ്പം പിന്നീടാണ് അത് ഗൾഫിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഉച്ചാരണമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പഠിച്ചു. മലയാളം അല്ലാത്ത ഭാഷകളിൽ പാടുമ്പോൾ എന്തുകൊണ്ട് എനിക്കും അത് ട്രൈ ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ പഠിക്കുമായിരുന്നു ആദ്യം. അപ്പോൾ ഇതിലാകൃഷ്ടനാണ് പിന്നീട് ഈ പറഞ്ഞ മാപ്പിളപ്പാട്ടുകളിലേക്ക്. അതെ. ഈ മാപ്പിളപ്പാട്ടിൻ്റെ ആ ഒരു പലതരത്തിലുള്ള ഉച്ചാരണങ്ങളും ഒക്കെ പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ മാപ്പിളപ്പാട്ട് ഞാൻ ആദ്യമായിട്ട് പാടാൻ തുടങ്ങിയപ്പോൾ അറബി വാക്കുകൾ
പ്രത്യേകിച്ചും ഏറ്റവും നമ്മളെല്ലാവരും ഉച്ചരിക്കുന്ന ഒരു വാക്കാണ് അള്ളാ. അള്ളാ അള്ളാ എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവമാണ്. പക്ഷെ അത് നമുക്ക് എഴുതാൻ പറ്റുന്ന ആയും ളായുമാണ്. അള്ളാ അള്ളാ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി പ്രൊണൗൺസിയേഷൻ മാത്രമല്ല അർത്ഥമേ മാറിപ്പോയി. ഉള്ളിൽ നിന്ന് പറയണം അള്ളാ അള്ളാ. അപ്പം അങ്ങനെയൊക്കെയുള്ള സംസം അങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകൾ ഇങ്ങനെ പഠിക്കാൻ പറ്റി. അപ്പോൾ പാടി വരുമ്പോൾ നമുക്കും ഒരു ഇൻട്രസ്റ്റ്, അത് പറയണം പാടണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു മാപ്പിളപ്പാട്ട് അറബി പാടി. അലയിലെ അപകടം, അതിനുശേഷം താങ്കൾ കിടപ്പിലായി. പിന്നീടൊരു എനിക്ക് തോന്നുന്നൊരു 7 വർഷത്തിന് ശേഷമാണ് താങ്കൾക്ക് ശ്രദ്ധേയമായിട്ടൊരു ബ്രേക്ക് വരുന്നത്. ഒരു 6-7 വർഷം മലയാളത്തിൽ അങ്ങനെ ഒരു പാട്ടുകാരനും അതുപോലുള്ള ഇൻവെർട്ടർക്കും ഒരു ഗതികേടുണ്ടായിട്ടുണ്ടാവില്ല. വെച്ചാൽ കരിയറിൻ്റെ ഒരു പീക്കിലേക്ക് എത്തേണ്ട സമയത്ത് അതെ പെട്ടെന്ന് താഴേക്ക് മാറി. താങ്കൾ ഒരു 30-35 വർഷത്തെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റീപ്പ് ഫാൾ എന്ന് പറയുന്നത് ആ ഫോളായിരുന്നു. തീർച്ചയായും. നിറക്കൂട്ടിലെ ആ വലിയൊരു വർണ്ണ വിജയത്തിന് ശേഷം 7 വർഷത്തെ ഗ്യാപ്പ്. പക്ഷെ ആ തിരിച്ചു വരുമ്പോൾ താങ്കളുടെ ഒരു വളരെ ശ്രദ്ധേയമായ മുകേഷ് അഭിനയിച്ച ചിത്രമാണ് അതെ, ഗോഡ് ഫാദർ. അതിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ക്ലൈമാക്സ് പോലുള്ളൊരു സാധനത്തിൽ കിട്ടിയ ഒരു പാട്ടാണ്. ആ സിനിമയുടെ ഒരു കൾച്ചർ അതിനകത്ത് വരുന്നുണ്ട്, ആ സിനിമയുടെ ഒരു സംസ്കാരം, അതെ, അതിൻ്റെ ഒരു കഥാ തന്തു തന്നെ ഇതിനകത്തേക്ക് പ്രതിഫലിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ജോവിയലായിട്ടുള്ള മൂഡും അതിൻ്റെ എല്ലാ രസവും എല്ലാം വരുന്നുണ്ട്. അതെങ്ങനെയാണ് താങ്കൾ ആ പാട്ട് താങ്കളിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ആ പാട്ടെത്തുന്നത്? ഈ പറഞ്ഞ പോലെ ഞാൻ ഗാനമേളകൾ നടത്തുന്ന, ഞാൻ പറഞ്ഞില്ല 79 കാലഘട്ടം മുതൽ ഉണ്ട്, രംഗത്തുണ്ട്. അപ്പോൾ ഈ മിമിക്രിയൊക്കെ അന്ന് തുടങ്ങുന്ന സമയമാണ്. മിമിക്രി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, 1, 2, 3 പേര് നിന്ന് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം കലാഭവനിൽ സിദ്ദിഖും ലാലും ഒക്കെ ചേർന്ന് തുടങ്ങിയ ആ ഒരു സംഭവമാണ്. അപ്പോൾ അവരുടെ പ്രോഗ്രാം ഞങ്ങളുടെ പ്രോഗ്രാമിനിടയ്ക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം അവരുടെ പ്രോഗ്രാമിനിടയ്ക്കും ഒരു മിക്സാണ് എല്ലാം കൂടെ. അപ്പോൾ അന്ന് മുതലുള്ളൊരു പരിചയമുണ്ട്. ഇങ്ങനെ ആർട്ടിസ്റ്റുമാരെന്നുള്ള രീതിയിൽ ഗാനമേള നടക്കുന്നിടത്ത് ഇവരെ കാണാം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നിടത്ത് നമ്മളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധം വെച്ചിട്ട് ഇവർ പിൽക്കാലത്ത് ഡയറക്ടർമാരായപ്പോൾ ഞങ്ങൾ പലപ്പോഴും കാണും. ഇവിടെ MG റോഡിൽ ഒരു ഹോട്ടലിൽ വെച്ച് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ ആക്സിഡൻ്റ് കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ഇതുപോലെ ഞാനൊരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരു വലിയ ഇതായിട്ടിരിക്കുകയാണ്, ഒരു ബ്രേക്ക് കിട്ടണം. അപ്പോൾ നിങ്ങളുടെ പോലുള്ളൊരു പടം കിട്ടിയാലേ നമുക്ക് കൊണ്ട് പ്രയോജനമുള്ളൂ. കാരണം ആ സമയത്ത് ഇവരുടെ റാംജി സ്പീക്കിംഗ്, അപ്പോൾ അതൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ബ്രേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവർ മനസ്സിൽ വെച്ചിരുന്നു. അങ്ങനെ ഈ പടം വന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു. അത് നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ എന്തെങ്കിലും വന്ന് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഭരണങ്ങാനത്തിനപ്പുറത്തൊരു പള്ളിയുണ്ട്, വളരെ ഫേമസ് ആണ്, അവിടെ ഒരു പ്രോഗ്രാം കൊടുത്തിരിക്കുക. അപ്പോൾ ഈ റെക്കോർഡിംഗ് ഡേയുടെ അന്ന് രാത്രി അവിടെ പാടാറും, കാരണം അല്ലെ അവർ ചിലപ്പോൾ കേസ് കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, സിദ്ദിഖേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി ഒരു പ്രോഗ്രാം എടുത്തിരിക്കുക. അപ്പോൾ പറയാം, അവിടെ മദ്രാസിൽ ഒരു ദിവസം തെറ്റിയാൽ പിന്നെ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞായിരിക്കും സ്റ്റുഡിയോ കിട്ടുന്നത്, നമുക്ക് അടുത്ത പടത്തിലാവാം. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് മദ്രാസിൽ ചെന്നു, പാട്ട് പാടി 12:45 1 മണിയായപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. 4 മണിക്ക് കോയമ്പത്തൂരിനൊരു ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റ് പിടിച്ച് കോയമ്പത്തൂർ ഇറങ്ങി. കോയമ്പത്തൂരിൽ നിന്ന് കാറിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വിടുക. അപ്പം ഇത് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിയണം. അവിടെയൊക്കെ അന്ന് ഈ പറഞ്ഞ ഭയങ്കര ട്രാഫിക് ജാം ഒന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സ്ഥലങ്ങളിലായാലും എയർപോർട്ടിലായാലും ഒക്കെ ഒരു പരിഗണന എപ്പോഴും കലാകാർക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് സാറേ അവിടെ എന്നോടൊരു പ്രോഗ്രാം മാറ്റി ഞാൻ അവിടെ എത്തുമ്പോൾ 12 മണി. സ്റ്റേജിലോട്ട് വരാനൊരു 5 മിനിറ്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ 12 മണിയായിട്ട് തുടങ്ങുന്നില്ലല്ലോ, നമ്മുടെ സ്വഭാവമല്ലോ, കൂക്കൽ തുടങ്ങി. 12:05 ഞാൻ സ്റ്റേജിലെത്തി, പാട്ട് തുടങ്ങി. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായിരിക്കും. ഈ 2 കാര്യങ്ങളോട് ഒരുമിച്ചാണ്. പോയാൽ എനിക്ക് സിനിമ പോകും. അഥവാ ഇത് ഞാൻ പാടി ഇവിടെ എത്താൻ പറ്റില്ലെങ്കിൽ ഗാനമേളയ്ക്ക് പ്രശ്നമാവും, അടിയും കിട്ടും. അപ്പോൾ ഇത് രണ്ടും അന്ന് ഭാഗ്യത്തിന് എനിക്ക് സാധിച്ചു. എനിക്ക് ഒരു പ്രധാന ബ്രേക്കായിട്ട് താങ്കൾക്ക് മാറി. തീർച്ചയായും ഒരു പുതുജീവൻ താങ്കൾക്ക് പ്രധാന. 91 എനിക്ക് കിട്ടിയ ഒരു നല്ല എൻട്രിയാണിത്. ഉടൻ തന്നെ തമ്പി കണ്ടന്താനത്തിൻ്റെ കടലോരക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമ കിട്ടി. സുരേഷ് ഗോപി ആയിരുന്നു അതിലെ നായകൻ. അദ്ദേഹത്തിന് നാടോടി വരുന്നു പിന്നെ അല്ലേ? അത് കഴിഞ്ഞ് തന്നെ നാടോടി കിട്ടി, മോഹൻലാലായിരുന്നു. പിന്നെ ജൂനിയർ മാൻഡ്രയ്ക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സിനിമ. നമ്മുടെ നടി ഷീലയുടെ മകൻ അഭിനയിച്ച സിനിമയാണ്. പക്ഷേ ആ സമയത്ത് അത് അത്ര വലിയൊരു ഹിറ്റെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ പിൽക്കാലത്ത് അത് മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു പാട്ട് ശ്രദ്ധേയമായിരുന്നു. പാട്ട് ശ്രദ്ധേയമായെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മ്യൂസിക് ചെയ്തത്
ബോംബെ രവിയായിരുന്നു. അപ്പോൾ ബോംബെ രവിയെ പോലുള്ളൊരു സംഗീത സംവിധായകൻ്റെ കീഴിൽ പെട്ടെന്ന് പാടാൻ നമുക്കൊന്നും സാധിക്കില്ല. പക്ഷെ ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു പാടിച്ചതും. അങ്ങനൊരു അവസരം എനിക്ക് കിട്ടി, കാരണം ദാസേട്ടൻ സ്ഥലത്തില്ലായിരുന്നു. അതിലും മറ്റു പാട്ടുകളൊക്കെ പാടിയിരിക്കുന്ന ദാസേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനോട് സാമ്യമുള്ളൊരു ശബ്ദം വേണം, ക്ലൈമാക്സ് സോങ് ആണ്. അപ്പോൾ ആരെ പെട്ടെന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പാടി, ഏതായാലും അത് ഓക്കെ ആയി. അതാണ് അനാദി ഗായകൻ പാടുന്നു എന്ന് തുടങ്ങുന്നൊരു പാട്ട്. കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടത് നാടോടിയിലെ പാട്ടായിരുന്നു അല്ലേ? നാടോടിയിലെ ഒരു താരാട്ട് പാട്ടായിരുന്നു, മോഹൻലാൽ കുഞ്ഞിനെ ഉറക്കുന്ന. അതുപോലെ കാബൂളിവാലയിലെ ഒരു പാട്ട്, കാബൂളിവാലയിലെ പുത്തൻ പുതുക്കാലം. ഞങ്ങളൊരു അനുഗ്രഹീത ഗായകനാണ്, നല്ലൊരു ശബ്ദത്തിൻ്റെ ഉടമയാണ്. ഒരു 3-3.5 പതിറ്റാണ്ടായിട്ട് മലയാളിയുടെ സംഗീത ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നൊരു വ്യക്തിയാണ്. ബിജു പറഞ്ഞതുപോലെ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. ഗാനമേളകൾ ഒരുപക്ഷെ അതിൻ്റെ പര്യായമായിട്ട് മാർക്കോസിനെ മാറ്റിയിരുന്ന കാലഘട്ടമുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും താങ്കളെക്കുറിച്ച് ഒരു അപഗ്രഥനം നടത്തുമ്പോൾ ചില ആൾക്കാരിനെങ്കിലും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഞാനായിട്ട് ചോദിക്കുന്നത്, ഒരാൾ ചോദിക്കാൻ വേണ്ടി വെക്കുന്നത്. നോക്കാം. ഹായ് മാർക്കോസ്, നമസ്കാരം. നമ്മൾ തമ്മിലൊരു 30 വർഷത്തെ ആത്മബന്ധമാണുള്ളത്. ഞാൻ എഴുതിയിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ, ഉത്സവഗാനങ്ങളായാലും ഭക്തിഗാനങ്ങളായാലും വളരെ ഹൃദ്യമായിട്ട് മാർക്കോസ് പാടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. എനിക്ക് മാർക്കോസിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഞാൻ വളരെ അനുഗ്രഹീത ശബ്ദത്തിൻ്റെ ഉടമയും അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹവും നല്ല ആലാപന ശൈലിയുമുള്ള മാർക്കോസ് എന്തുകൊണ്ട് നമ്മുടെ സിനിമ പിന്നണി ഗാനരംഗത്ത് കൂടുതൽ സജീവമായില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ പലപ്പോഴും മനസ്സിൽ ചോദിച്ചാണ്. ഇപ്പോൾ അത് നേരിട്ട് ചോദിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അത് നമ്മുടെ സിനിമാ രംഗത്തിൻ്റെ പറയപ്പെടുന്ന കോക്കസിൻ്റെ ഒരു ഭാഗമാണോ, അതോ മാർക്കോസിൻ്റെ പരിശ്രമക്കുറവ് കൊണ്ടാണോ, അല്ല അത് ഒരു ദൈവഹിതമാണോ? എന്താണ് താങ്കളുടെ പ്രതികരണം? ചിറ്റൂർ ഗോപിക്ക് താങ്കൾ നന്നായിട്ടറിയാം. പക്ഷേ ഈ ചിറ്റൂർ ഗോപിയുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ മാർക്കോസിന് അല്പം പരിചയമുള്ള ഈ ഇളതലമുറയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ പോലും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. താങ്കൾ ഒരുപക്ഷെ നല്ല തുടക്കം കുറിച്ചു, നല്ല പേസിൽ പോയി, പക്ഷേ എവിടെയോ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താതെ പോയി എന്നുള്ളൊരു സംഭവം സത്യമാണ്. ഞങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ഒരു നല്ല സമയമാണ്. അതായത് 50 കാലഘട്ടത്തിനാണല്ലോ മലയാള സിനിമ നമ്മളിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളും മറ്റുമൊക്കെ വന്ന് മലയാള സിനിമ എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത് ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ദാസേട്ടൻ വരുന്നു. അപ്പോൾ ദാസേട്ടനല്ല ഞാൻ ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ പറയുന്ന, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന എല്ലാവരുടെയും അറിയുന്നൊരു വ്യക്തി എന്നുള്ളൊരു നിലയിലുണ്ട്. അപ്പോൾ സംഗീത ശാഖയിൽ ദാസേട്ടൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാവം അങ്ങോട്ട് കാണിച്ചു. കാരണം അപാരമായ കഴിവാണ്. കാരണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം അറിഞ്ഞ് ഒരു ഗായകനെ എങ്ങനെ അനുഗ്രഹിക്കാമോ ആ രീതിയിലെല്ലാം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്നു, അദ്ദേഹം പാടി, അദ്ദേഹം അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ബാക്കി എല്ലാവരും നിഷ്പ്രഭമായി പോകും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മറ്റ് പാട്ടുകാരും ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം. അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ആ സിനിമയിലെ ഒരു വിഭാഗം ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. ആര് പടം എടുത്താലും ഇതേ യേശുദാസ് പാടിയാൽ മതി, അല്ലെങ്കിൽ ഇതേ ജയേട്ടൻ പാടിയാൽ മതി, അവിടെ തീർന്നു. പിന്നെ ഒരാളെ അവർ ചിന്തിക്കുന്നില്ല. എന്നോടത്തൊരാൾ പറഞ്ഞത് മാർക്കോസിന് പറ്റിയൊരു പ്രധാനപ്പെട്ട വീഴ്ച 2 തലമുറകളിടയ്ക്ക് ഞെരിഞ്ഞുപോയി. സത്യമാണത്. അതായത് ദാസേട്ടൻ, ജയേട്ടൻ, ജയേന്ദ്രനൊക്കെ ഒരു തലമുറ, പിന്നീട് പുതിയ തലമുറ. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് അമർന്നു പോയി. അപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലായിപ്പോയി. അല്ല, ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഈ പുതിയ തലമുറയിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും നമ്മൾ കാണുന്നില്ല. ഈ ഞങ്ങളുടെ തലമുറയിലുള്ള അത്രയും പോലും കാലിബർ ഇന്നത്തെ പല പിള്ളേരിലും അന്നും പാടുന്നവരുണ്ടാവാം. ദാസേട്ടനേക്കാൾ മികച്ച പാട്ടുകാർ ഒരു പക്ഷേ അന്നുണ്ടായിരുന്നിരിക്കാം. പാട്ടുകാരെന്ന് ഞാൻ മീൻ ചെയ്യുന്നത് അറിവിൻ്റെ കാര്യത്തിലാണ്. കാരണം അന്ന് ബ്രാഹ്മണർക്കും അതുപോലുള്ളവർക്കുമായിരുന്നു സംഗീതം പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഭയങ്കരമായ ഭാവനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ശാസ്ത്രീയ സംഗീതം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണരുണ്ടായിരുന്നിരിക്കാം. പക്ഷേ യേശുദാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആലാപന രീതി, ശബ്ദത്തിൻ്റെ സൗന്ദര്യം, ഉച്ചാരണം, ഇങ്ങനെ പല ഘടകങ്ങളും ഒത്തു വന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങ് മാർക്കോസ് പറഞ്ഞ മനസ്സിലായി. അതായത് ഒരുപക്ഷെ ഒരു വിഭാഗം സംഗീതജ്ഞർ, സംഗീത സംവിധായകർ അല്പം സൗമനസ്യം താങ്കളോട് കാണിച്ചിരുന്നെങ്കിൽ, എന്നോട് മാത്രമല്ല ആ തലമുറയോട് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് പാടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ പാടുന്നു, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ല മോനെ അതൊന്നും കൂടെ ഒന്ന് പാടിക്കുക, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്ത് അങ്ങനെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പാടിയത് പോട്ടെ എന്നാ പറഞ്ഞത്. ഒരിക്കലും ഒരാൾ പറഞ്ഞ് എനിക്ക് ഇന്നും അറിയാം, ഒരു ഡോക്ടറുടെ മോൻ വരും പാടിച്ച് വിട്ടാരെന്ന് പറഞ്ഞു. അപ്പോൾ
അത് അങ്ങനെയാണ് നമ്മളോടുള്ള സമീപനം അവിടെ ആയിരുന്നു. അപ്പം നമ്മുടെ പാട്ട് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ആ ശബ്ദം ഇപ്പം നമ്മുടെയൊക്കെ അന്ന് ഒരു ടേപ്പ് റെക്കോർഡർ എന്ന് പറയുമ്പോൾ ഒരു വോളിയം, ഒരു ബാസ്, ഒരു ട്രബിള്. ഇതിലെ ബാസ് കട്ട് ചെയ്ത് ട്രബിൾ കൂട്ടി വെച്ചാൽ കന്നിപ്പൂമാനം എന്നുള്ള പാട്ട് കന്നിപ്പൂമാനം എന്നാവും ട്രബിൾ കൂട്ടി വെച്ചാൽ. അപ്പോൾ ട്രബിൾ കട്ട് ചെയ്ത് ബാസ് കൂട്ടി വെച്ചാൽ പൂമാനം അങ്ങനെയാവും. അപ്പോൾ ആ ഇത് പോലും ശ്രദ്ധിക്കാതെ നമ്മുടെയൊക്കെ പാട്ടുകൾ നശിപ്പിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. താങ്കളുടെ ഏത് പാട്ടാണ് താങ്കൾ നശിപ്പിച്ചത്? മിക്ക പാട്ടുകളും ഇപ്പോൾ കേട്ട പാട്ടിൻ്റെ സ്പീഡ് കണ്ടത് പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം എന്ന് ഞാൻ പാടിയ പാട്ട് സിനിമയിൽ വന്ന പുത്തം പുതുക്കാലം മുത്തമിട്ട അപ്പം സ്പീഡ് കൂടുന്നതനുസരിച്ച് പാട്ടിൻ്റെ വോയിസ് മാറും. അപ്പോൾ ഈ കന്നിപ്പൂമാനം തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കന്നിപ്പൂമാനം എന്ന് ഞാൻ പാടിയ പാട്ട് സിനിമയിൽ വന്നപ്പോൾ കന്നിപ്പൂമാനം ഇപ്പം ഇതിലെ പാട്ട് കേട്ടല്ലോ, കൂലിയിലെ പാട്ട്, ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ എന്ന് നമ്മൾ പാടുമ്പോൾ ജീവിക്കാനായി ഭാരം തൂക്കുന്ന അങ്ങനെ മാറിപ്പോവും ശബ്ദം സ്പീഡ് കൂടുന്ന അനുസരിച്ച്. താങ്കളുടെ പാര വെച്ച് നന്നായിട്ട് ഒരുപാട് കാരണം ഇന്നിറങ്ങുന്ന പല പാട്ടുകളും വൃത്തിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ അന്നിറങ്ങിയ പല പാട്ടുകളും അങ്ങനെ വന്നിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഗായകരുടെ ഒരു പിൻബലത്തോടെ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഗായകരായിട്ട് അങ്ങനെ ആരുമില്ലല്ലോ, ദാസേട്ടൻ മാത്രമല്ലോ. അപ്പോൾ ദാസേട്ടനെ തന്നെ എടുത്ത് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരാൾ നന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവാം. എത്രയോ പാട്ടുകൾ മാർക്കോസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ പോയിട്ടുണ്ട്. ഓരോ പാട്ട് നഷ്ടപ്പെടുമ്പോഴും താങ്കൾ എണ്ണി വെക്കുമോ? അത് ഇല്ല, ഞാൻ അതിനുവേണ്ടി അങ്ങനെ ശ്രമിച്ചിട്ടില്ല. എന്തായാലും ഒരു 200 പാട്ടുകൾ താങ്കൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ സുമാർ പറയാൻ പറ്റും. തീർച്ചയായും ഇതെല്ലാം പാരയുടെ ഭാഗമായിട്ടാണ് ഒരു പരിധി വരെ. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരാളെ അങ്ങോട്ട് പോയി ശല്യപ്പെടുത്താറില്ല. കാരണം അത് ഈ പറഞ്ഞ ചിലർ പറയുമ്പോൾ ഈഗോ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ജാടക്കാരനാണ്. ഞാൻ മാർക്കോസിന് അങ്ങനത്തെ ഒരു ഈഗോ ഒന്നുമില്ല. താങ്കൾ നല്ല പളുങ്ക് പോലത്തെ ഒരു മനുഷ്യനാണെന്നാണ് പലരും പറയുന്നത്. അത് ഇപ്പോൾ ഒരുപക്ഷെ ഈ പുതിയ തലമുറയിലെ ആൾക്കാർ പോലും, ഞാൻ ഒരാളെ കൊണ്ടുവരാൻ വേണമല്ലോ, താങ്കളുടെ മനസ്സിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ വരട്ടെ. നമസ്കാരം മാർക്കോസ് ചേട്ടാ. മാർക്കോസ് ചേട്ടൻ സംഗീത ലോകത്ത് സജീവമായിട്ട് 36 വർഷങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതൊരു വലിയ കാലയളവാണ്. ഇത്രയും കാലവും മാർക്കോസ് ചേട്ടൻ സജീവമാണ്. ഒന്നല്ലെങ്കിലും ഗാനമേള, ഭക്തിഗാനം, സിനിമാ പിന്നണി ഗാനങ്ങൾ, വിദേശ ഷോകൾ, വളരെ സജീവമാണ് മാർക്കോസ് ചേട്ടൻ 36 വർഷവും. മാർക്കോസ് ചേട്ടനെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ ഗുണം മാർക്കോസ് ചേട്ടൻ ഒരു പരാതിപ്പെട്ടിയല്ല എന്നുള്ളതാണ്. പല പ്രശസ്തരും പ്രശസ്തിയുടെ അളവ് കൂടുന്ന കൂറും പരാതിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് ഫാൻ കണ്ടില്ല, സ്റ്റേജിൻ്റെ ബാക്കിൽ എനിക്ക് ചായ കിട്ടിയപ്പോൾ അതിന് ചൂടില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സംഘാടകർ അവിടെ നോക്കിയപ്പോൾ ചിരിച്ചില്ല. പലപ്പോഴും മാർക്കോസ് ചേട്ടൻ ഏറ്റവും സംഘാടകർക്കൊക്കെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് മാർക്കോസ് ചേട്ടൻ്റെ ഷോയ്ക്ക് വന്നാൽ നമുക്ക് ചൂടാവാൻ പറ്റില്ല. കാരണം മാർക്കോസ് ചേട്ടൻ ചൂടാവണമല്ലോ, പിന്നെ നീ എന്തിനാ ചൂടാവുന്നതെന്ന് സംഘാടകർ നമ്മളോട് ചോദിക്കും. അത്രയും പരാതിയില്ലാതെ മറ്റുള്ളവരിൽ നന്മ കാണുന്ന ഒരു സ്വഭാവം മാർക്കോസ് ചേട്ടനുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാർക്കോസ് ചേട്ടൻ ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു ഷോയുടെ കൂടെ ഗസ്റ്റായിട്ട് വിളിച്ചു. ചേട്ടൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ മാർക്കോസ് ചേട്ടനെ വിളിച്ച് മാർക്കോസ് ചേട്ടൻ ഒരു റേറ്റ് പറഞ്ഞു. ഞാൻ പറയുന്നില്ല, അതൊക്കെ ചേട്ടൻ പിടിച്ചുകൊണ്ട് പോകും. അപ്പം റേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, പക്ഷേ അത് വേണേ ചെയ്യാം, പക്ഷേ എനിക്ക് സ്വന്തമായിട്ടൊരു ട്രൂപ്പുണ്ട്, എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നൊരു ഓർക്കസ്ട്ര ഉണ്ട്, അവരെ കൂട്ടാതെ ഞാൻ നിങ്ങളുടെ പരിപാടിയിൽ ഗസ്റ്റായിട്ട് പാടാൻ വന്നാൽ എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു തുക ഞാൻ ഈ ഓർക്കസ്ട്രക്കാർക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. എനിക്ക് വലിയൊരു അത്ഭുതം തോന്നി. വേറെ ആരും ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പലപ്പോഴും മറ്റ് ഓർക്കസ്ട്ര, അല്ലെ അവാർഡ് നൈറ്റുകൾ, വലിയ വലിയ ഇവൻറ്റുകൾ, ഇതിലൊന്നും അങ്ങനെ മാർക്കോസ് ചേട്ടനെ ഞാൻ അധികം കാണാറില്ല. മാർക്കോസ് ചേട്ടന് ഒരു സ്വന്തം ഓർക്കസ്ട്ര ഉണ്ട്, അവരെ വളരെ സംരക്ഷിച്ച് പിടിക്കുന്നുണ്ട്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് മാർക്കോസ് ചേട്ടൻ്റെ ഒരു വലിയ നല്ല മനസ്സിനെ കുറിച്ചാണ്. കാലം ചിലപ്പോഴൊക്കെ ഈ നല്ല മനസ്സ് ഇപ്പോഴാവശ്യമാണോ അല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അത് തന്നെ ചോദിക്കുന്നു. ഈ നന്മ കൊണ്ട് മാർക്കോസ് ചേട്ടനുണ്ടായിട്ടുള്ള കുറച്ച് ഗുണങ്ങളും കുറച്ച് ദോഷങ്ങളും പറ, പുതിയ തലമുറ കേട്ടുപിടിക്കട്ടെ. ഗുണങ്ങളെന്താ, ഒരുപാട് ആൾക്കാരുടെ സ്നേഹം, എന്നെ അറിയുന്നവർ, അറിയാത്തവർ ഒരുപാട് പുറത്തുണ്ട്, അറിയുന്നവരുടെ ഒരുപാട് സ്നേഹം എന്നും ഇന്ന് എല്ലാ എൻ്റെ അപകടങ്ങളിലും മറ്റ് രോഗാവസ്ഥയിലും മറ്റ് പല പ്രശ്നങ്ങളിലും എനിക്ക് അപ്പോൾ തുണയായിട്ടുണ്ടായിരുന്നത് അവരുടെ പ്രാർത്ഥനയാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം അത് അന്നേരം അതാ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന ചില ആൾക്കാരും ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ 10,000 രൂപ ഒരു പാട്ടിന് വാങ്ങിക്കുന്നു, ഞാൻ 5,000 രൂപയ്ക്ക് ബ്രട്ടാസിന് പാടിത്തരുന്നു. ബ്രട്ടാസ് അല്ല, ഇനി വേറൊരാളായിക്കോട്ടെ. അപ്പോൾ നമ്മൾ പറയാം, ഞാനന്ന് 10 രൂപ ഉണ്ടായിരുന്ന സമയത്ത് 5 രൂപയ്ക്ക് നിനക്ക് പാടിത്തന്നെ ഒരു കാര്യമില്ല. അന്ന് എനിക്ക് താങ്കൾ ഈ കാണിക്കുന്ന സന്മനസ്സുകളൊന്നും താങ്കൾക്ക് പിന്നീട് ഒരു ഉപകാരമായിട്ട് കൺവേർട്ട് ചെയ്തില്ല, പരിഭാഷപ്പെട്ടില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയൊന്നും മാന്യനാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടി വിലപേശി കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ വളർന്നു വന്ന സാഹചര്യം, പിന്നെ മറ്റുള്ളവരെ അവരുടെയൊക്കെ ഒരു ആൾക്കാരെ വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല, പൊതുവെ കുറവാണ്.
വേദനിക്കാൻ ഒരു ഇഷ്ടമല്ല. PR, ഒരു നെറ്റ്വർക്ക്, ഒരു ലോബി, ഇതൊക്കെ വേണ്ടേ മാർക്കോസ്? പൊതുവേ ഞാൻ വർക്ക് കഴിഞ്ഞ് താങ്കൾ ഒറ്റയാനാണോ? ഞാൻ വീട്ടിൽ പോവും, സ്റ്റുഡിയോയിൽ വരും, വർക്ക് ചെയ്യും, വീട്ടിൽ പോവും. അല്ല അവിടെ ഇരുന്ന് പിന്നെ കുന്നായ്മ പറയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാട്ടുകാര്യങ്ങൾ അന്വേഷിക്കുക, ഒന്നും ചെയ്യാറില്ല. അപ്പം തന്നെ വീട്ടിൽ പോകും. എന്താ താങ്കളുടെ വേറെ സംഗീതം അല്ലാത്തൊരു ഹോബി ഏതാ? പ്രത്യേകിച്ച് അങ്ങനെ ഹോബിയൊന്നുമില്ല. വീട്ടിൽ പോയി വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുക. പക്ഷേ ഇപ്പോൾ എല്ലാവരും വലുതായി, എന്നാലും ഈ പറഞ്ഞാൽ അത്യാവശ്യം മക്കൾക്കെല്ലാം സംഗീത ശീലമുണ്ടോ? ഉണ്ട്. മൂത്ത രണ്ടുപേരും അത്യാവശ്യം പഠിച്ചവരാണ്. പക്ഷെ മൂത്ത മോനിപ്പോൾ MBBS അവസാന വർഷം പഠിക്കുക. ഡോക്ടറാക്കുക എന്നുള്ള ലക്ഷ്യം അല്ല, ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് പോയതാണ്. ഞാനൊന്നും പറഞ്ഞില്ല. താങ്കൾ ഡോക്ടറാകാത്തതിൻ്റെ ഒരു മാനസിക ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, സംഗീതമാണേലും പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് വിട്ടുതരുന്നു. കാരണം ഞാൻ 7 വയസ്സിലോ 8 വയസ്സിലോ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പാട്ടുകാരനാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പഠിപ്പിച്ചതല്ല. അത്യാവശ്യം എപ്പോഴെങ്കിലും അവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ. 3.5 പതിറ്റാണ്ടിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പാട്ട് ഒന്നും കൂടി കേൾക്കാം, റീവൈൻഡ് ചെയ്യുകയാണ്, താങ്കളുടെ ജീവിതരേഖ ഒന്നും കൂടെ റീവൈൻഡ് ചെയ്യുകയാണെങ്കിൽ, തിരിച്ച് വീണ്ടും മാർക്കോസിനെ ഒരു 15 വർഷം 20 വർഷം പുറകിലേക്ക് ഇട്ടിട്ട് അന്നാ മുമ്പോട്ട് പോയിക്കോളാൻ പറഞ്ഞാൽ താങ്കൾ ഒഴിവാക്കുന്നൊരു ശീലം എന്തായിരിക്കും? താങ്കൾ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം എന്തായിരിക്കും? വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം PR വർക്കാണ്. അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ താങ്കൾക്ക് ഒരു PR-ന്റെ അഭാവമാണ് താങ്കൾക്ക് പല പാട്ടുകൾ നഷ്ടപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഒരു പരിധി വരെ. 2, താങ്കൾ ഒഴിവാക്കുന്ന ഒരു സ്വഭാവം എന്തായിരിക്കും? കാരണം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ സാധാരണഗതിയിൽ കള്ളുകൂടിയില്ല, അങ്ങനെയുള്ള പരിപാടി. സാധാരണ ഗതിയിൽ കള്ളുകൂടിയില്ല എന്ന് പറഞ്ഞാൽ അസാധാരണ ദിവസങ്ങൾ കള്ളുകൂടി ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സാധാരണ അങ്ങനെ നമ്മളൊരു ഇന്ന് പണിയൊന്നും, സാധാരണ കലാകാരൻ ഉണ്ടാകേണ്ട ഇന്ന് പണിയൊന്നുമില്ല, എന്നാൽ പിന്നെ രണ്ടെണ്ണം അടിക്കാം. അപ്പോൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ അത് കുടിച്ചു വരുമെന്നാണ് പറഞ്ഞത്? ചിലപ്പോൾ അങ്ങനെ ഒരു കമ്പനി പോയി ഇരുന്നേക്കാം. ഓക്കെ. ഇത് മാറ്റിയാൽ റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ ഒരു 10-15 വർഷം അല്പം സ്മോള് കഴിക്കാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അല്ല, വിഷമത്തിൻ്റെ അല്ല, ആ ഇതിനകത്ത് കൂടിയാലേ നമുക്ക് അവസരങ്ങൾ കിട്ടുകയുള്ളൂ. ഓക്കെ, വ്യക്തമായി. അതായത് ഒരു സ്മോളിംഗ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കുറവുകൾ താങ്കളുടെ സംഗീത ലോകത്ത് സംഭവിച്ചു. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത്, താങ്കൾ നല്ല ശീലമെന്ന് പറഞ്ഞ് താങ്കളുടെ ജീവിതത്തിൽ അനുവർത്തിച്ച സംഭവം ഒരു ദുശീലമായിരുന്നു. യഥാർത്ഥത്തിൽ ആ നല്ല ശീലമല്ല വേണ്ടിയിരുന്നത്. ഒരു കമ്പനി കൂടാൻ വേണ്ടിയിട്ട് കമ്പനിയോടുകൂടെയാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. കാരണം അതൊക്കെ ഇന്നത്തെ ഈ സമൂഹത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, ആവശ്യമാണ്. പക്ഷേ നമുക്ക് അതിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. താങ്കൾ അല്പം ഇൻട്രോവേർട്ടാണല്ലേ പൊതുവെ? താങ്കളെ അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് വരുന്നത് കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബ്രിട്ടാസിനെ എനിക്കറിയാം. ഞാൻ ദിവസവും ബ്രിട്ടാസിൻ്റെ ഓഫീസിൽ വന്ന് അല്ലെങ്കിൽ വീട്ടിൽ വന്ന്, ചേട്ടാ എനിക്ക് ഒരു പാട്ട് അല്ലെങ്കിൽ എനിക്കൊരു അവസരം എന്ന് ഒരു പ്രാവശ്യം പറയാം, 2 പ്രാവശ്യം പറയാം. 3-ാമത്തെ പ്രാവശ്യം അവിടെ ഇവനൊരു ശല്യമായില്ലെന്ന് തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരാളെയും കാണാൻ പോവാത്തത്. അല്ല, മനഃപൂർവ്വമായിട്ട് ഞാൻ ഭയങ്കര ആൾക്കാരുമായിട്ടൊരു ബന്ധം വെക്കണമായിരുന്നു. കാരണം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ആദ്യം ഇവിടെ പ്രൈവറ്റ് കാസറ്റ് കമ്പനികൾക്ക് വേണ്ടി പാടാൻ തുടങ്ങിയപ്പോൾ അതിൽ പാട്ട് എഴുതാൻ വന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അന്ന് അദ്ദേഹത്തെ അവസരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹം വലിയ എഴുത്തുകാരനായി, ഒരു വലിയ ഇതായിട്ടിരിക്കുന്നു ഇപ്പം. അപ്പോൾ ഞങ്ങളെ അറിയാവുന്ന ഒരാൾ പറഞ്ഞു, എടോ ആ മാർക്കോസിനൊക്കെ തനിക്ക് വല്ലപ്പോഴും ഒരു ഇത് കൊടുത്തൂടെ, ചാൻസൊക്കെ? അവനോട് പറ, ഞങ്ങളെയൊക്കെ വന്ന് കാണാമെന്ന്. അപ്പോൾ ഇതാണ് പലരും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് മാർക്കോസ്, സത്യമാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു കാരണം ചോദിച്ചോട്ടെ. അതായത് സംഗീത സംവിധായകർ പഴയ പോലെയല്ല, അവർ ഉഗ്രപ്രതാപികളാണിപ്പം. ഒരു ഗായകനെ ഉണ്ടാക്കാനും ഇല്ലായ്മ ചെയ്യാനും അവർക്ക് പറ്റും. രണ്ടും പറ്റും. അതായത് ഈ ഒരു ലെവൽ ഓഫ് ഇത് നോക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് സിനിമാ പിന്നണി ഗാനം സംഗീത സംവിധായകരുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങി. ഇന്നിപ്പോൾ ബിസിനസ്സാണ്. കാരണം അവർക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് അറിയാം. അപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകരില്ലേ? ഈ പുതിയ തലമുറയിലെ ആരോടും എനിക്ക് സഹകരിക്കാൻ ഒരു ബന്ധമില്ല, പറ്റിയിട്ടില്ല. അതാണ് സത്യം. അപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഒരു ഫിലിപ്പ് കുരുവിള എന്ന് പറഞ്ഞ പുള്ളിയുടെ ജുഹുവിലുള്ള വീട്ടിൽ പോയി. അവരാണ് ഇതിൻ്റെ ഓർഗനൈസേഴ്സിലെ ഒരാൾ. അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ മേലെ ഖയാം എന്ന് പറഞ്ഞൊരു സംഗീത സംവിധായകൻ, ഹിന്ദിയിലെ 50 മുതൽ 90 വരെ 40 വർഷം തൃശ്ശൂരിലെ പാട്ട്, കബി കബിയിലെ പാട്ട്, കബി കബി, അതൊക്കെ പുള്ളിയുടെ പാട്ടാണ്. അതുപോലെ ദാസേട്ടൻ പാടിയ ആപ്കി മെഹക്കി ഹുയി സുൽഫ് കോ കഹത്തെ ഹെ ഖട്ട, അതൊക്കെ ഖയാമിൻ്റെ പാട്ടാണ്. അപ്പോൾ എനിക്ക് ഖയാം ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കുരുവിളയുടെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഖയാം സാർ മേലെ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണം, പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, കാണാമല്ലോ എന്ന് പറഞ്ഞു. 10 മിനിറ്റ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് 90 വയസ്സായി
അദ്ദേഹത്തെ കൊണ്ട് എൻ്റെ മുമ്പിൽ വന്നിരിക്കുക. അപ്പം ഞാൻ തന്നെ അങ്ങ് വല്ലാതെ, കാരണം 90 വയസ്സുള്ള ഇന്ത്യയിലെ ഒരു കടുവ അദ്ദേഹം എന്നെ കാണാൻ താഴേക്ക് ഇറങ്ങി വന്നു. കുഞ്ഞാടിനെ കാണാൻ വേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വലിയ മനുഷ്യൻ. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സംഗീത സംവിധായകന്മാർ നേരെ തിരിച്ചതാണ്? തീർച്ചയായും. കാരണം അദ്ദേഹം എന്നിട്ട് എന്നെ കൊണ്ട് 2 വരി പാടി, പഠിപ്പിച്ചത് ഈ ആപ്പക്കി മെഹക്കി ഹോയി എന്നുള്ള പാട്ട് ഞാൻ പാടി. താങ്കൾ നീട്ടിപ്പാടി? അദ്ദേഹത്തിന് മുമ്പിൽ പാടിക്കൊടുത്തു. ദാസേട്ടൻ പാടിയ പാട്ടാണ്. ആ 90 വയസ്സായിട്ടുള്ള വന്യവയോധികനായിട്ടുള്ള പ്രശസ്ത സംഗീത സംവിധായകനെ താങ്കൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ന് പാടിക്കൊടുത്ത 2 വരികൾ നമുക്കിവിടെ കേൾക്കാം. ഇത്രയും ഞാൻ പാടി കഴിഞ്ഞപ്പോൾ പുള്ളി ക്യാ 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 ഹേ ക്യാ വോയിസ് എന്ന് പറഞ്ഞ് പുള്ളി എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഒരു ഹിന്ദിയിലെ ഒരു സംഗീത സംവിധായകൻ എന്നെ ആദ്യം കാണുക. അപ്പോൾ പുള്ളി എന്നോട് ക്യാ സിംഗിങ് ക്യാ വോയിസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അതാണ് ഒരു വലിയൊരു ഒരു എന്താ പറയുക, നിറകുടം തുളുമ്പില്ല എന്നൊക്കെ പറയുന്ന പോലെ. മാർക്കോസ്, താങ്കൾക്ക് ഹിന്ദി പാട്ടുകളോടുള്ള താങ്കളുടെ ആ ഭ്രമത്തിന് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഒരു പാട്ടും കൂടി താങ്കൾ ഒന്ന്. യുവ സംഗീത സംവിധായകന്മാരൊക്കെ ഭയങ്കര ആംബിഷ്യസും സ്കീമിങ്ങും കോറിയോഗ്രാഫിക്കാണ് അല്ലേ? അല്ല, ഇന്നത്തെ ഒരു സാഹചര്യം അതാണ്. അപ്പം താങ്കൾ ഇന്നത്തെ സംഗീത സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുന്ന 100% പൊരുത്തപ്പെടാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം മലയാളവും അല്ല, ഇംഗ്ലീഷും അല്ല, ഏതെങ്കിലും പ്രത്യേക ഭാഷയുണ്ടെങ്കിൽ അതുമല്ല. പുതിയ പാട്ടുകളോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, പൊതുവേ സാധിക്കുന്നില്ല. നല്ല പാട്ടുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ താങ്കൾ അതിനർത്ഥം ഒരു പക്ഷേ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത അർത്ഥം നമ്മൾ ആ മേഖലയിലേക്ക് ഉയരാൻ പറ്റാത്തതിൻ്റെ ഒരു പരാജയമാണോ? അല്ല, ഞങ്ങൾക്ക് ഇതെല്ലാം പാടാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് പാടാൻ പറ്റത്തില്ല? എനിക്ക് സൗദി വെച്ച് ഒരു താങ്കളെ അറസ്റ്റ് ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടായി. ഒരു അറബി പാട്ട് പാടി അവിടുന്ന് രക്ഷപ്പെട്ടത്. കാരണം ഞാൻ അവിടെ പാടാൻ വന്നതാണെന്നുള്ള അവർക്ക് അറിയാം, പക്ഷേ ഇത് ആരോ പോയി ഒറ്റിയത് കൊണ്ടാണ്. അല്ല ഞാൻ പറഞ്ഞത്. അപ്പം ആ ഒരു അറബി ഗാനം പാടാമെങ്കിൽ എന്തുകൊണ്ട് ഇന്നത്തെ പാട്ട് നമുക്ക് പാടിക്കൂടാ? അതിൻ്റെ അകത്ത് ഉച്ചാരണവും നമ്മൾ ശ്രദ്ധിക്കണം, ട്യൂൺ ശ്രദ്ധിക്കണം. ഏതായിരുന്നു അറബി ഗാനം മാർക്കോസ്? അപ്പോൾ താങ്കൾ 2 തലമുറയുടെ ഇടയ്ക്ക് ഞെരിഞ്ഞുപോയി, പലരും സൗമനസ്യം കാണിച്ചില്ല, താങ്കളുടെ PR-ൻ്റെ അഭാവം, കോക്ടെയിൽ സർക്യൂട്ടുകൾ താങ്കൾക്ക് പോകാൻ കഴിയാത്തതിൻ്റെ ദുഃഖം, പുതിയ സംഗീത സംവിധായകന്മാരുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ. അല്ല, അവര് നമ്മളെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു പരിധി വരെ താങ്കൾക്ക് ഒന്ന് താങ്കളുടെ സ്വഭാവത്തിലുള്ള ആ ഒരു ഇൻട്രോവേർട്ട് രീതി, ഒന്ന് ഉൾവലിയുന്ന രീതി, ആൾക്കാരെ അങ്ങോട്ട് സമീപിക്കാനുള്ള ഒരു വൈക്ലഭ്യം, അതെ, ഇതൊക്കെ നമുക്ക് തേച്ച് മിനുക്കി കളഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ മാർക്കോസ് മലയാളത്തിലെ വളരെ ശ്രദ്ധേയനായ ഒരു ഗായകനാകുമായിരുന്നു. തീർച്ചയായിട്ടും. എൻ്റെ എന്താ പറയുക, ഒരു വിശ്വാസം അതായിരുന്നു. കാരണം പാടാനുള്ള ആ ഒരു കഴിവും ശബ്ദത്തിൻ്റെ ആ ഒരു ഗാംഭീര്യവും സ്ഫുടതയും ഒക്കെ വെച്ചിട്ട് കുറെ കൂടെ ഒക്കെ മേലേക്ക് പോകാമായിരുന്നു. എങ്കിൽ പോലും ദാസേട്ടൻ്റെ പല പാട്ടുകളും താങ്കളിലൂടെ കേൾക്കാൻ പോലും ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. താങ്കൾ എത്രയോ പാട്ടുകൾ ദാസേട്ടൻ്റെ പാടി. നമുക്ക് 2-3 പാട്ടുകളൊന്ന് പാടി പെട്ടെന്ന്. മറ്റൊരാൾക്ക് പറഞ്ഞു വെച്ച പാട്ടാണ് ദാസേട്ടന് ഈ പാട്ടിൻ്റെ രൂപത്തിൽ കിട്ടിയത്. ഇതും വേറെ ആൾ പാടേണ്ടിരുന്ന പാട്ടാണ് ദാസേട്ടൻ. പക്ഷേ ദാസേട്ടൻ പാടിയതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ താങ്കൾ പാടിയിട്ടുണ്ടാവും ഈ പാട്ട്. ഇവിടെ ഒരാൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നുണ്ട്. 58 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറിയ പ്രായം മുതൽ തന്നെ യേശുദാസ് എന്ന ദാസേട്ടനെ ആരാധിക്കുന്ന മാർക്കോസ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ദാസേട്ടനെ ആരാധിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ദാസേട്ടനെ തന്നെ അനുകരിച്ച് പാട്ടിലും നടത്തത്തിലും ജീവിതത്തിലുമൊക്കെ അനുകരിച്ചതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ? ഒരുപക്ഷെ മറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നുള്ള മാർക്കോസ് ആയിരിക്കുമോ അതോ മറ്റൊരു മാർക്കോസ് ആയിരിക്കുമോ? ആ ഒരു വിലയിരുത്തൽ കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്നത്തെ മാർക്കോസ് തന്നെ ആയിരിക്കും എന്നും. കാരണം ഇതുകൊണ്ട് എനിക്ക് 2 ഗുണവും ഉണ്ടായിട്ടുണ്ട്, ദോഷവും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും യേശുദാസിൻ്റെ ആ ഒരു ഇതിൽ എന്നെ കാണാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴും. പക്ഷേ ഇതങ്ങോട്ട് അംഗീകരിച്ച് തരാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പേരുണ്ട്. യേശുദാസിനെ അനുകരിക്കുന്നു എന്ന് പറഞ്ഞൊരു കാരണം കൊണ്ട് മാറ്റി നിർത്തുകയാണ്. അതല്ലെങ്കിൽ വേറൊരു കാരണം ഉണ്ടാക്കിയേ. തീർച്ചയായിട്ടും ആ കാരണം കണ്ടുപിടിക്കേണ്ടവർക്ക് ഒരു കാരണം എങ്ങനെയും കിട്ടും. അല്ല, യേശുദാസിനെ എന്താ അനുകരിക്കാൻ കൊള്ളാത്തൊരു ഗായകനാണോ? അല്ല, എനിക്കൊന്ന് മുകേഷ് ഉദ്ദേശിച്ചത് സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വം വേറെ രീതിയിൽ അല്ല, അതാണ് മനസ്സിലാവാത്തത്. ഈ സ്വന്തമായ വ്യക്തിത്വം എന്നുള്ള എല്ലാവരും അച്ഛനും അമ്മയാണ് നമ്മൾ ആദ്യം അനുകരിക്കുന്നത്. അനുകരണം ഇല്ലാത്ത ഒരു വ്യക്തിയില്ല ജീവിതത്തിൽ. ഒറ്റ കാര്യം മാർക്കോസ്, താങ്കൾ സംതൃപ്തനാണോ? ഞാൻ ഇതുവരെയുള്ള കാര്യത്തിൽ സംതൃപ്തനാണ്. പക്ഷേ എന്നോടുള്ള ഇങ്ങനെയുള്ള പെരുമാറ്റത്തിൽ ഞാൻ അസംതൃപ്തനുമാണ്. M. ജയചന്ദ്രൻ എന്നെ കാണുമ്പോൾ ഒക്കെ പറയും, ചേട്ടാ ഒരു പാട്ട് ഞാൻ ചേട്ടന് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഈ പരിപാടി കാണുന്നത് M. ജയേന്ദ്രൻ നമ്മുടെ സുഹൃത്തു കൂടിയാണ്. ജയേന്ദ്രനോട് ഞാൻ പറയും,
ഒരു 10-15 വർഷമായിട്ട് മാർക്കോസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പാട്ട് ഇനി അത് അങ്ങ് പുറത്തേക്ക് എടുക്കണം. മാർക്കോസ്, നമ്മുടെ സമയം ഇനിയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതെ, ആരോ പറഞ്ഞാലും 35 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വേണമെങ്കിൽ ഈ മരം വീണ്ടും ഒന്നും കൂടി ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്നുള്ളത് നമുക്ക് താങ്കളെന്തിനേത് മുകേഷിന്റെ ക്ലാസ്മേറ്റ് അല്ലേ അച്ഛൻ? ആ സ്വഭാവം കുറച്ചുണ്ടാവില്ല താങ്കൾ. ആ ഒരു യൗവനത്തിന്റെ പ്രസരിപ്പ് അതുണ്ട്, ഉണ്ടാവുന്നുണ്ട്. ആരാധകരുടെ എണ്ണം, ആരാധകര് കോളേജ് പഠിക്കുന്ന കാലം മുതലുണ്ട്. ഒരു പരിഗണന പൊതുവെ കിട്ടാറുണ്ട്. അത് കാരണം സന്തോഷമാണ്. അന്നത്തെ കാലത്ത് പ്രണയലേഖനമൊക്കെ ഒരുപാട് വന്നിരുന്നോ? ഉണ്ടായിരുന്നു. അത് സത്യമാണല്ലോ. കാരണം ഞാൻ അതെല്ലാം കൂടെ എടുത്ത് ഫയൽ ചെയ്ത് വെച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ എൻ്റെ ഭാര്യ അതെല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം എല്ലാം വായിച്ചിട്ടുണ്ട്. ആ പെണ്ണുങ്ങളുടെ പേരൊക്കെ ഇപ്പോൾ ഭാര്യയ്ക്ക് ബൈഹാട്ടായിരിക്കും. പക്ഷേ എന്തിനാ വന്ന പ്രണയലേഖനമൊക്കെ എടുത്ത് വെക്കാൻ പോയത്? എന്തിനാ? നമുക്ക് കിട്ടിയത് ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയാലോ. മാർക്കോസിന്റെ മുഖത്തൊരു നാടൻ ഞാൻ കാണുകയാണ്. ഇല്ല, ഞാൻ പറയില്ല, ഇപ്പോഴും എൻ്റെ പറഞ്ഞല്ലോ വൈഫിന്റെ അറിവോടുകൂടി പലരും വീട്ടിൽ വിളിക്കാറുണ്ട്. ചിലർ ആ പെണ്ണുങ്ങൾ വിളിക്കുമ്പോഴും ഭാര്യയുടെ പെരുമാറ്റം സന്തോഷമാണ്. ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അവരുടെ വീടൊരു ഭാര്യയെ കിട്ടിയില്ല മാർക്കോസിന് നമുക്കൊരു മാർക്കോസ് എന്തായാലും ഈ പറഞ്ഞ പോലെ താങ്കൾക്ക് ലഭിക്കാതെ പോയ, നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സൗഭാഗ്യങ്ങൾ താങ്കളുടെ ജീവിതത്തെ തേടി ഇനി എത്തണം. ഇതൊരു നിമിത്തം ആവട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു. തീർച്ചയായും ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് പറഞ്ഞ താങ്കൾക്കൊരു വിഷമം പ്രദാനം ചെയ്യാതെ താങ്കളെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാനിതിനെ കണ്ടത്. എന്തായാലും ദാസേട്ടൻ എന്നുള്ളത് താങ്കളുടെ DNA-യിൽ പതിച്ചൊരു കാര്യമാണ്. അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അപ്പം ദാസേട്ടൻ ഒരു പാട്ടോട് കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അത് അന്നും ഇന്നും ദാസേട്ടനെ ഞാൻ അതുപോലെ ഇഷ്ടപ്പെടുന്നു. കാരണം സംഗീതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ശബ്ദം എങ്ങനെ കൊടുക്കണം എന്ന് പഠിക്കാനുണ്ട്. ശബ്ദം എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞല്ലേ, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും.